ഹായ്. വൈകിട്ടൊരു ഇച്ചിരി മത്തി മാങ്ങായും കൂടി കുഞ്ഞു മത്തി മേടിച്ചിട്ടോ. അപ്പോൾ ഇച്ചിരി മത്തി മാങ്ങായും കൂടി തേങ്ങ അരച്ച് കറി വെച്ച് തിന്നാനൊരു കൊതി. അപ്പോൾ അങ്ങനെ മേടിച്ചു. ഇതേ വൈകിട്ട് വന്നേച്ച് കുളിയൊക്കെ കഴിയുമ്പോൾ നിൽക്കുന്ന ഞാനായിട്ട് എൻ്റെ സിന്ദൂരം ഒന്നും പോയിട്ടില്ല. അപ്പം ഞാനതിനെന്നാ ചെയ്തെന്നറിയോ, കുറച്ച് മാങ്ങ അരിഞ്ഞു വെച്ചു, കുറച്ച് തേങ്ങായും വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും എല്ലാം കൂടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അരപ്പും ഇതെല്ലാം കൂടി നമുക്ക് കലക്കിയിട്ട് അടുപ്പിൽ വെക്കാവേ. പെട്ടെന്നൊരു മാങ്ങാക്കറി, മാങ്ങ അല്ല മത്തിക്കറി. ഇതേണ്ട മാങ്ങ, ഇത് പച്ചമാങ്ങയ്ക്ക് ഭയങ്കര പുളി കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ചനച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നല്ല പുളിയാന്ന് പറഞ്ഞു, പെണ്ണ് പറഞ്ഞു നല്ല പുളിയാണ് അമ്മച്ചിന്ന് പറഞ്ഞു. ഇത് ഞാൻ തേങ്ങ അരച്ച അരപ്പ് പിന്നെ ചേർക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ അരപ്പെല്ലാം കൂടി കലക്കി പച്ചമുളക് കീറിയിട്ട് നല്ല കേട്ടോ. പക്ഷെ ഞാൻ എടുത്ത മുളക് പൊടിക്ക് നല്ല എരിവാണ്, എന്നാലും 2 പച്ചമുളകും കൂടി ഇതിനകത്ത് കീറി ഇട്ടും. അപ്പോൾ ഇത് ഞാൻ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതും കൂടി കീറിയിടാം. ഇതേ കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ടിട്ട് ഇതാ കേട്ടോ നമ്മുടെ മത്തി. അപ്പോൾ ഇതും കൂടി എടുത്തിടാം. അതിനിടയ്ക്ക് പെണ്ണിവിടെ ഡയറ്റിനുള്ള പലഹാരം ഉണ്ടാക്കുക കേട്ടോ. കണ്ടോ, റാഗിയും കൊണ്ടൊക്കെ അവളുണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ അന്നേരത്തേനും മീനൊക്കെ കറി വെക്കാം. ഇതിനിടയ്ക്ക് വലിയൊരു കോമഡി ഉണ്ട്. ഞാൻ ഡയറ്റ് എടുക്കണമെന്ന് ഓർക്കുവേ, ഡയറ്റ് ചെയ്യണമെന്ന് ഓർക്കുവേ. എന്നെക്കൊണ്ട് നടപടിയില്ല. ഞാനാണെങ്കിൽ ഭാരം കൂടി അങ്ങ് പോവുക. അതിന് കാലുവേദനയും കാര്യമൊക്കെ. എന്നൊക്കെയാണ് ഇപ്പോഴേ നോക്കുന്നത്, ഞാനൊക്കെയാണ് നോക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ അടുത്ത് ഇതെടുക്കും. തോപ്പിക്കൂടി ഇന്നാളൊരിത് വന്നപ്പോൾ ഞാനത് ചെയ്തല്ലേ. അപ്പോൾ പിന്നെ കാലുവേദനയൊക്കെ ആയിട്ട് ഞാനങ്ങ് നിർത്തി. ഇനി ഞാൻ എടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു മാങ്ങ അച്ചാറിടുന്ന കണ്ടു. അപ്പോൾ അതുപോലെ വെക്കുന്നില്ല, എന്നാൽ ഒരു ഏകദേശം ഒരു സാമ്യമായിട്ടൊക്കെ നമുക്ക് നമ്മുടേതായ രീതി ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ വെക്കാൻ പാടില്ലല്ലോ. അവൾ കണ്ടോ ചട്ടവും കൊണ്ട് എന്നെ പൊള്ളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ അച്ചാർ കൂടി ഇടാം. ഞാൻ ഇച്ചിരി പിരിയമുളകൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ലെണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാർ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങോട്ട് ഇടാം. ഇത് ഞാൻ കുറച്ച് മാങ്ങ, ഒരു ചനച്ച മാങ്ങ കേട്ടോ. ഇത് 3 ചനച്ച മാങ്ങയാണ്, ഇത് പച്ചമാങ്ങയാണ്. അപ്പോൾ അതിട്ട് ഒരു അച്ചാർ വെക്കാം. അപ്പോൾ അതേണ്ട ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ച് കേട്ടോ. കണ്ട, ഇനി ഞാൻ മുളകൊക്കെ വറുക്കട്ടെ. അപ്പോൾ അതേണ്ട നമ്മുടെ മീൻകറി വെട്ടി തിളച്ച് തുടങ്ങി. അപ്പം ഞാൻ മുളക് മുറിച്ച് വെച്ചു. അതിനകത്തോട്ട് കുറച്ച് കരിയാപ്പില ഇട്ടു. ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട്. നമ്മുടെ മീൻകറി ഇതേണ്ട വാങ്ങി വെച്ചു. ഞാനിവിടെ എന്തെല്ലാം പണിയാണെന്നറിയോ, ഒരാൾ വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇതേണ്ട വന്ന് നിൽക്കുന്നുണ്ടോ. എനിക്ക് വിശക്കുവാന്നും പറഞ്ഞുകൊണ്ട്. ബാക്കിയുള്ളവരിവിടെ പണിയാണ്. ഇത് 2 ഉലുവ ഇട്ടു, കടുക് ഇട്ടു, കരിയാപ്പിലത് കരിയാപ്പില ഇട്ടു. അങ്ങനെ തന്നെ കടുക്. നിങ്ങളോർക്കും ചെറിയ പാത്രമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഈ ഉരുളിക്കകത്ത് കടുക് പൊട്ടിച്ചെന്ന്. ശരിക്കും ഉരുളിയും കൊണ്ടൊരു പണി ഉണ്ടായിരുന്നു. എന്നാലും അത് അടുപ്പിൽ വെച്ചെന്നാൽ പിന്നെ ഇതായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് വേണ്ട നമ്മുടെ മാങ്ങ ഇട്ട മീൻകറി. എന്താ വേണ്ട മാങ്ങ ഇട്ട മീൻകറി. ഞാൻ വേണ്ടി മുളക് വറുക്കാനിരിക്കും. ഈ മുളക് നമുക്കൊന്ന് വറുത്തെടുക്കാം. മീനും കാണുന്നുണ്ടോ കേട്ടോ. വന്ന് മീൻകറി എടുത്ത് തിന്നുക തന്നെ, ചോറ് കൂടെ തിന്നുക. അയ്യോ എൻ്റെ മുളക് കരിഞ്ഞു. ഞാൻ തീറ്റൊരു കൂട്ടി വെച്ച് അങ്ങോട്ട് നീങ്ങി. അപ്പം ഇതും ഇത് വറുത്തെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ മൂളിക്കൊണ്ടിരുന്നതെന്നറിയോ, ഉലുവ ഇട്ടൊന്ന് മറന്നുപോയി.
ഉലുവയൊക്കെ ഇട്ടതല്ലേ ഞാൻ ഇതിനകത്ത്. അപ്പം ഇതങ്ങ് നമുക്ക് നല്ല പോലെ വറുത്തെടുക്കാം. വേണ്ടൊരു ഇച്ചിരി കടുകൊന്ന് വറുത്ത് നമുക്ക് എടുക്കാനായിട്ട്, പൊടിച്ചെറുക്കെന്നൊക്കെ പറയാം, പൊടിച്ചെടുക്കാനായിട്ട് വേണ്ട കടുകൊന്ന് വറുത്തു. വേണ്ട ഞാൻ അടുപ്പിൽ ഉരുളി വെച്ചിട്ട് ഇച്ചിരി നല്ലെണ്ണ ഒഴിക്കുവാണേ. അപ്പോൾ വേണ്ട ഞാൻ മുളക് പൊടിച്ച് വെച്ചു. ഒരു ഇച്ചിരി കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വേണ്ട എണ്ണ ചൂടായി. ഞാൻ വേണ്ടൊരു മാങ്ങ അതിനകത്തോട്ടൊന്ന് കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഞാൻ വീഡിയോ കണ്ടതിനകത്ത് മുളകൊക്കെ ഇതുപോലെ നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ കണ്ടപ്പോൾ ചെയ്തത്. അപ്പോൾ ഞാൻ മുളകല്ലാതെ അങ്ങ് വറുത്ത് പൊടിച്ചു. കാരണം അത് എണ്ണ ഇടാതായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണയ്ക്കകത്ത് ഇട്ടുണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അത് എണ്ണമയം ഇച്ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്, മറ്റേത് നല്ല ഉണങ്ങിയിരിക്കുന്ന പോലെ ഞാനല്ലാതെ വെക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ മാങ്ങ വെച്ച് മത്തിക്കറിയൊക്കെ വെച്ചല്ലോ. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, രാവിലെ പോയിട്ടാണ് വന്നത്. അപ്പോൾ വലിയ കാലത്ത് വന്ന് മീൻകറിയൊക്കെ എടുത്ത് കൂട്ടി നല്ല രുചിയാണെന്നൊക്കെ പറഞ്ഞ് ചോറ് വിളമ്പി കഴിക്കാൻ നോക്കിയപ്പോൾ ചോറ് കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഇതേ പെട്ടെന്ന് കുക്കറിനകത്ത് ഇച്ചിരി അരി ഇട്ടതാണ്, ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇതുപോലെ മാങ്ങ വറുത്തെടുക്കണം കേട്ടോ. പാറിവിടെ ഇപ്പം മുട്ട പൊരിക്കുക. കണ്ണമ്മോനെ എനിക്കല്ല, കണ്ണമ്മോനാന്ന് അവൾ പറഞ്ഞു. അപ്പോൾ കടുകും വറുത്ത് പൊടിച്ച് വെച്ചു, മുളകും വറുത്ത് പൊടിച്ച് വെച്ചു, മാങ്ങായും കോരി വെച്ചു. ഇനി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഇനി അടുക്കി പറക്കാൻ ഞങ്ങൾ കിടക്കുക. ലാസ്റ്റാണ് അടക്കി കൂടി. നമ്മുടെ മാങ്ങ എല്ലാം വറുത്ത് കോരി വേണ്ട എണ്ണ ഇതേ ചൂടായിട്ടിരിക്കുന്നു. അത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ കടുകിട്ടു. അതിനകത്ത് വലിയൊരു കാര്യമുണ്ടായിരുന്നു. കരിയാപ്പില അങ്ങോട്ട് വാരിക്കൊണ്ടിട്ടു. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കരിയാപ്പില കേട്ടോ. പിന്നെ നമ്മുടെ വേണ്ട വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക്, ഇത് പിരിയമുളക് കേട്ടോ, മൂത്തിരിക്കുന്നതായത് കൊണ്ട് ഇതില്ല. പിന്നെ ഞാൻ ഒരു ശകലം എൻ്റെ മഞ്ഞൾപ്പൊടിയുടെ സ്പൂണൊക്കെ ഇതിന് കണ്ടില്ല, ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ എരിവിന് നമുക്ക് ഇച്ചിരി മുളക് വേണമല്ലോ, അതുകൊണ്ട് എരിവിന് ശകലം മുളക് പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തേച്ച് ഞാൻ കടുക് വറുത്ത് പൊടിച്ച് വെച്ചത് അതും കൂടി ചേർത്ത് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനാവശ്യമുള്ള മാങ്ങായും കൂടി ആവശ്യമുള്ള ഉപ്പിട്ടു. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ടാൽ മതി കേട്ടോ, ആവശ്യത്തിനുള്ളത്. ഞാൻ ഈ മാങ്ങ ഇതിനകത്തോട്ടങ്ങ് ഇടുക. ഇനി ഇതങ്ങോട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇത് നമുക്കങ്ങോട്ട് ഇളക്കി ഈ മുളകും ഉപ്പും കടുകും കായവും ഇത് നനയ്ക്കാൻ വലിയൊരു കായമില്ലായിരുന്നു. കായം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ, പക്ഷേ കായപ്പൊടി ഉണ്ടെന്ന് ഓർത്ത് ഞാൻ ചെയ്തു. കായപ്പൊടിയല്ല, കായമായിരുന്നു. അപ്പം ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോൾ കായം കണ്ടില്ല. അപ്പം ആ ഒരു പോരായ്മ ഇതിന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുണ്ടാക്കുവാണെങ്കിൽ കായം ഇടാൻ മറക്കരുത്. ഞാൻ വെട്ടത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്കങ്ങോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാണാമോ? നല്ലപോലെ കാണാമോ? കണ്ട
ഇതൊന്ന് നമുക്ക് ഇച്ചിരി നേരം കൂടി അടുപ്പിലിരുന്ന് ഇത് കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞു തരണം. നല്ലതാണെങ്കിലേ നല്ലതെന്ന് പറയുള്ളൂ. ഉപ്പൊക്കെ ഉണ്ടോ? പാറുവിനും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഇരിക്കട്ടേണ്ട? ഉണ്ടോ? നല്ലതാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ഈ അച്ചാർ വെച്ചോണ്ടിരുന്നപ്പോൾ പയ്യെ ചോറെടുക്കാൻ വന്നാണേ. നല്ല തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ച മത്തിക്കറിയും നല്ല മാങ്ങാച്ചാറും ഉപ്പേരി. അങ്ങനെ ഇന്ന് രാത്രിയിലെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അച്ചാറിൻ്റെ പണി കഴിഞ്ഞ് തന്നെ ഇത്രയും തീർന്നു. അപ്പം ഞാൻ തിന്നത്തിട്ടില്ല. രാവിലെ എടുത്തിടാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആയിട്ട് മീൻകറിയൊക്കെ എല്ലാവരും സാധാരണ എപ്പോഴും തന്നെ ഉണ്ടാക്കി നോക്കുന്നതാണ്. മത്തി, പ്രത്യേകിച്ച് മത്തിയൊക്കെ ആണെങ്കിൽ ഇപ്പം മാങ്ങാ സീസൺ ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. അപ്പം പിന്നെ എന്താണെങ്കിലും വെക്കും. ഈ മാങ്ങ അച്ചാർ, മാങ്ങ പേരള്ള എന്നൊക്കെ പറയാം. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഗുഡ് നൈറ്റ്. ബൈ ബൈ.